ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മൾ ഇന്ന് പ്രഗ്നൻസി ഡയറ്റ് പ്ലാൻ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓവുലേഷൻ കഴിഞ്ഞ് നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കുന്നതിനേക്കാളും നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നല്ല ഫുഡുകൾ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല ഫുഡുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പ്രഗ്നൻറ്റ് ലേഡീസ് കൂടുതലായിട്ടും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നേക്കാൾ മുന്നേ തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഡിസൈഡ് ചെയ്തു നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ ഡിസൈഡ് ചെയ്തു നിൽക്കാം. അപ്പോൾ ആ ഒരു മന്ത് തൊട്ട് നെക്സ്റ്റ് മന്താണ് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങുന്നത് വെച്ചാൽ ഒരു മന്ത് മുന്നേ തന്നെ നിങ്ങളുടെ ഈ ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നല്ല നല്ല ഫുഡുകൾ കഴിക്കും. അങ്ങനെ എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നമുക്ക് ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ അയൺ, ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. എന്താ വെച്ചാൽ ഇത്രയും എമൗണ്ടിൽ നമുക്ക് കറക്റ്റായിട്ടും ഫോളിക് ആസിഡും അതുപോലെ തന്നെ അയൺ, കാൽഷ്യം ഒക്കെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ ആദ്യത്തെ ആ ഒരു വീക്ക് തൊട്ടേ കഴിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലവരിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും മുൻകൂട്ടി തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആദ്യം തൊട്ടേ പ്രഗ്നൻ്റ് ആവണേക്കാളും മുന്നേ തന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ ഫുഡിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള എമൗണ്ടിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഫോളിക് ആസിഡും അയൺ, കാൽഷ്യം ഒക്കെ കറക്റ്റ് എമൗണ്ടിൽ കിട്ടണം എന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൂടി എടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മുൻകൂട്ടി തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് നല്ലതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റമിൻസ് ഒക്കെ മുൻകൂട്ടി തന്നെ എടുക്കാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളുടെ ഉള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ, ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റമിൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമുക്ക് വൈറ്റമിൻ B9 ആണ് ഫോളിക് ആസിഡ് എന്ന് പറയില്ലേ, അത് വൈറ്റമിൻ B9 ആണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ B അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, കാൽഷ്യം, അയൺ, അതുപോലെ തന്നെ പല രീതിയിലുള്ള വൈറ്റമിൻസ് നമ്മൾ കഴിക്കണം. നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കഴിക്കേണ്ട കാര്യമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഫോളിക് ആസിഡ്. നമുക്ക് വൈറ്റമിൻ B9 ആണ്. അപ്പോൾ വൈറ്റമിൻ B9ൽ നമുക്ക് എന്തൊക്കെയാണ് വൈറ്റമിൻ B9ൽ അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇലക്കറികളാണ് കൂടുതലായിട്ടും സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇലക്കറികളിൽ നന്നായിട്ടും വൈറ്റമിൻ B ഉണ്ട്. നമ്മുടെ ചീര, മുരിങ്ങ, അതുപോലെ തന്നെ ബ്രൊക്കോളി, പിന്നെന്താണ്, അങ്ങനെ കൂടുതലായിട്ടും നമ്മൾ ഇലക്കറികൾ കൂടുതലായിട്ടും ചൂസ് ചെയ്ത് കഴിക്കുക. പിന്നെ ഉള്ളത് ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓറഞ്ച് വളരെ നല്ലതാണ്, സ്ട്രോബെറീസ് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഓറഞ്ചും സ്ട്രോബെറീസും ഒക്കെ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ കൂടുതലായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഫ്രൂട്ട്സുകളാണ്. അതുപോലെ തന്നെ ബീൻസാണ് പിന്നെ പ്രധാനമായിട്ടുള്ളത്. ബീൻസും പിന്നെ നമുക്ക് നട്ട്സുകളും കൂടുതലായിട്ട് കഴിക്കാം. ഓവറായിട്ടല്ല, നമുക്ക് നട്ട്സുകൾ കുറച്ച് ഒരു 5 ബദാം, 5 കാഷ്യൂ, കുറച്ച് വാൾനട്ട്, കുറച്ച് പീനട്ട്, അങ്ങനെ ഒരു സെഷനായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നട്ട്സുകൾ സെലക്ട് ചെയ്ത് കഴിക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാൽഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാൽഷ്യം നിങ്ങൾക്ക് എന്തായാലും അറിയാം, നമുക്ക് മിൽക്ക്, ചീസ്, അതുപോലെ തന്നെ യോഗേർട്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് കാൽഷ്യം കൂടുതലായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സൺലൈറ്റ് അത്യാവശ്യമാണ്. നമ്മൾ ഇളം വെയിലും ഈ ഒരു ടൈമിൽ നന്നായിട്ടും കൊള്ളും. അപ്പോൾ ഇളം വെയിൽ നമുക്ക് ഒരു രാവിലെ ഒരു 8 മണിക്ക് മുന്നുള്ള വെയിലും, അതുപോലെ തന്നെ നമുക്ക് വൈകിട്ട് ഒരു 5 മണി 6 മണി ആ ഒരു ഇളം വെയിലുണ്ടല്ലോ, അത് നിങ്ങൾ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ D നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് സൺലൈറ്റിൽ നിന്നും കിട്ടും. നമുക്ക് കാൽഷ്യം അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ബ്രൊക്കോളിയിൽ നന്നായിട്ട് നമുക്ക് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളതിലും നമുക്ക് നന്നായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാൽഷ്യം നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് വെജിറ്റേറിയൻകാർക്ക് കൂടുതലായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇൻടേക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ടും ഇനി അത്യാവശ്യമുള്ള കാര്യമാണ് അയൺ. അപ്പോൾ അയൺ നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അയൺ ഈ ഒരു പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ടായിട്ട് നമുക്ക് അയൺ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച്
പ്രത്യേകിച്ചും അയൺ ടാബ്ലറ്റ്സും കാൽഷ്യം ടാബ്ലറ്റ്സും നമുക്ക് ഫോളിക് ആസിഡാണ് മെയിനായിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം. നമുക്ക് ഫുള്ളായിട്ടും നമുക്ക് പ്രഗ്നൻസിയിൽ കഴിക്കേണ്ട മെഡിസിൻസ് ഇതൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഫുഡിൽ നിന്നും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു മെഡിസിൻസും നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി അയൺ അടങ്ങിയിട്ടുള്ള കൂടുതലായിട്ടും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ചീരയിൽ നന്നായിട്ടും അയൺ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നാടൻ ചീര, അയൺ ചീര എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ അയൺ ചീരയിൽ നന്നായിട്ടും അയൺ കണ്ടന്റ് ഉണ്ട്. അയൺ ചീരയിലുള്ള എല്ലാ ടൈപ്പ് ചീരകളിലും നമുക്ക് നന്നായിട്ടും അയൺ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും ലീൻ മീറ്റ്, നമുക്ക് ഈ ഒരു എന്താ പറയുക ചിക്കൻ, ടർക്കി അങ്ങനത്തെ ഉള്ള മീറ്റുകളിലും നമുക്ക് അയൺ കണ്ടന്റ് ഉണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടും നെക്സ്റ്റ് ഒരു വൈറ്റമിൻ വേണ്ടതെന്ന് വെച്ചാൽ omega-3 ഫാറ്റി ആസിഡ് ആണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് കൂടുതലായിട്ടും ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ടും ഫിഷുകളിൽ നിന്നാണ് കിട്ടുക. അതുപോലെ തന്നെ സീ ഫുഡ്സിലും നന്നായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നട്ട്സുകളിൽ വാൾനട്ട്, അതുപോലെ തന്നെ ബദാം, സോയാബീൻ, അതുപോലെ തന്നെ സീഡുകളിലും നന്നായിട്ട് omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. നമ്മുടെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതിലും നന്നായിട്ടും omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കൂടുതലായിട്ടും ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകളാണ് കൂടുതലായിട്ടും സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് നമുക്ക് ഓട്സ്, അതുപോലെ തന്നെ അങ്ങനത്തെ ഗ്രെയിൻസുകളിൽ നന്നായിട്ടും ഈ ഒരു ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സുകളിലാണെങ്കിൽ നമുക്ക് ബ്ലൂബെറി, റാസ്ബെറി, പീച്ച് അങ്ങനത്തെ ഫ്രൂട്ട്സുകളിലാണ് കൂടുതലായിട്ടും ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ബീൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്രൊക്കോളി, കോളിഫ്ലവർ ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് വീറ്റ് ബ്രെഡ് കഴിക്കാം, ഗോതമ്പ് അങ്ങനത്തെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റാഗി വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാക്കാം. അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് പ്രോട്ടീനും വളരെ അത്യാവശ്യമാണ്. പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുക. പ്രോട്ടീൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോട്ടീൻ കൂടുതലുള്ളത് നമുക്ക് നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലായിട്ടും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ചിക്കൻ, അതുപോലെ തന്നെ എഗ് വൈറ്റ്, അതൊക്കെ നന്നായിട്ടും പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഫിഷ്, അങ്ങനെയുള്ള കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക. ഇനി നിങ്ങൾ പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ടും കഴിക്കേണ്ട ഫുഡുകൾ ഞാൻ ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു കഴിക്കേണ്ട ഫുഡുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മിസ്സാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ കൂടുതലായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് സീസണൽ ഫ്രൂട്ട്സുകളാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ നന്നായിട്ടും കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യാം. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ ഗ്രീൻ കളറുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ഡെയിലി ഒരു ടൈമെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമുക്ക് പച്ച കളറുള്ള കാര്യങ്ങളുണ്ട്, ക്യാപ്സിക്കം, ക്യാബേജ്, അതുപോലെ തന്നെ എന്താ പറയുക വെണ്ടക്കായ, അങ്ങനെ പച്ച കളറിലുള്ളത് കൂടുതലായിട്ടും സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക കേട്ടോ. അതും വളരെ നല്ലതാണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് നട്ട്സും അതുപോലെ തന്നെ സീഡ്സുകളാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ നട്ട്സിൻ്റെ കാര്യം ഞാൻ കൂടുതൽ വാൾനട്ടൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സീഡ്സിൽ നമുക്ക് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, അതുപോലെയുള്ള എല്ലാ സീഡുകളും നമ്മൾ ഈ ഒരു ടൈമിൽ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ മീലുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം. പിന്നെ കൂടുതലായിട്ടും ഷുഗറി കാര്യങ്ങൾ കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യാൻ നിൽക്കുക. അതുപോലെ തന്നെ അധികം ഷുഗർ അവോയ്ഡ് ചെയ്യുക. അധികം ഉപ്പ്, പുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലാവരുത്. ഒരു മിനിമം ലെവലിൽ എരിവായാലും പുളിയായാലും എല്ലാം ഒരു മിതമായ രീതിയിൽ നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ടും ഈ ഒരു ഷുഗറാണ് മെയിനായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യം. അവോയ്ഡ് ചെയ്യേണ്ടതല്ല, നമുക്ക് നന്നായിട്ട് കട്ട് ഡൗൺ ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ, സ്മോക്കിങ്ങോ ആൽക്കഹോളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ക്വിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ കഫീൻ കണ്ടന്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ചും അവോയ്ഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള ചോക്ലേറ്റ്സും കോഫി കുടിക്കുക. അപ്പോൾ അധികം അങ്ങനെ കഴിക്കുന്നതും ഈ ഒരു ടൈമിൽ നമുക്ക് നല്ലതല്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്